ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴുള്ള വൈറ്റ് ഡിസ്ചാർജിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. ചില സ്ത്രീകൾ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയാറുണ്ട്, ചേച്ചി പീരിയഡ്സ് ഞങ്ങൾക്ക് മിസ്സായി, പക്ഷേ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ട് ഡിസ്ചാർജ് ഉണ്ടാകുന്നു, നോർമലി എനിക്കുള്ളതിനേക്കാളും കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മളുടെ സർവിക്സിന്റെ ഭാഗത്തോട്ടും നമ്മളുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ രീതിക്ക് ഉണ്ടാകും. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ആ ഒരു സർവിക്സിന്റെ ഭാഗത്തോട്ടൊക്കെ കൂടുതലായിട്ട് വരുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഈ ഓരോ ഡിസ്ചാർജും നമ്മളുടെ ശരീരത്തിൽ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ, ആ ബ്ലഡ് സർക്കുലേഷൻ മൂലം ആ ഒരു ഡിസ്ചാർജ് കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നത് നമ്മുടെ വജൈനയുടെ ഓപ്പണിങ്ങിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാകും. എന്നാൽ ആ ഒരു പീരിയഡ്സ് ആകുമ്പോഴുള്ള ഡിസ്ചാർജ് ആണോ പ്രഗ്നൻസിയുടെ ഡിസ്ചാർജ് ആണോ എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ പീരിയഡ്സ് ആകുമ്പോഴുണ്ടാകുന്ന ഡിസ്ചാർജ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ രണ്ട് കയ്യിലെടുത്തിട്ട് വലിച്ച് നീട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപാടൊന്നും നീളില്ല. ഒട്ടി നമ്മളിപ്പോൾ ഫെവിക്കോൾ ഇത്തിരി തിക്കായിട്ടുള്ള ടെക്സ്ചറിൽ വന്നിട്ട് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ നിൽക്കില്ലേ, വിട്ട് നമ്മുടെ ഒരു വിരലിൽ തന്നെ ഒതുങ്ങി നിൽക്കും. രണ്ട് കയ്യിലോട്ട് ഇങ്ങനെ ഒരു എളുപ്പത്തിൽ നമുക്ക് ഓവുലേഷൻ ഡിസ്ചാർജിനെ പോലെ വലിച്ച് നീട്ടി അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് പീരിയഡ്സ് ആകാൻ പോകുമ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമുക്ക് ഓവുലേഷൻ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കുറച്ചൊരു വൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഉണ്ട പോലെയൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് എത്രത്തോളം ഡിസ്ചാർജ് ആണോ ഉണ്ടായത് അതിനേക്കാളും കുറച്ചുകൂടി അളവ് കൂടുതലായിരിക്കും നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ലാതെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്, പക്ഷേ സ്റ്റിൽ നമുക്ക് HCG ചെയ്തിട്ടും അതുപോലെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാവുന്നത്. അതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാം. തുടക്കത്തിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര നേരത്തെ ടെസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ചിലവർ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വളരെ നേരത്തെ ടെസ്റ്റ് ചെയ്യും. നമുക്ക് പീരിയഡ്സ് മിസ്സായി ഒന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെ ടെസ്റ്റ് ചെയ്യും. എന്നാൽ ഏകദേശം ഒരു 25 ml ആ ഒരു യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പോസിറ്റീവ്, എന്നാൽ ഏകദേശം ഒരു HCG ഹോർമോണിന്റെ വാല്യൂ നമ്മുടെ യൂറിനിൽ 25 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 5നേക്കാളും മേളിൽ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അവിടെ കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെയല്ലാതെ നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വളരെ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിക്കും നെഗറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണവുമായിരിക്കും. പിന്നെ ചില സ്ത്രീകൾക്ക് ഫോൾസ് പോസിറ്റീവിന്റെ ഒരു കേസിലും ആ ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. അതായത് തെറ്റായിട്ടുള്ള ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിട്ട് ആ ഒരു ഡിസ്ചാർജ് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നെഗറ്റീവ് ആയിരിക്കില്ല, പക്ഷെ തെറ്റായ രീതിക്ക് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയതായിരിക്കും. നമ്മൾ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടോ നമ്മൾ ഡൈല്യൂട്ടഡ് ആയിട്ട് യൂറിൻ എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് കിറ്റിൽ എന്തെങ്കിലും എററുള്ള ടെസ്റ്റ് കിറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയുള്ള റിസൾട്ട് നമുക്ക് കിട്ടാം. പോസിറ്റീവായിട്ടും നെഗറ്റീവ് കിട്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാം. ഈ രണ്ട് സിറ്റുവേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നമുക്ക് എക്സസ് ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് PCOD ആണ്. PCODയും PCOSും ഉള്ള സ്ത്രീകളിൽ ഒരുപാട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതുമൂലവും പലരിലും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് നമുക്ക് ശരീരഭാരം കൂടുതലായിട്ട് ശരീരഭാരവും ഫാറ്റും നമ്മളിൽ അടിഞ്ഞു കൂടുന്നതും വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരാനായിട്ടുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ബർത്ത് കൺട്രോൾ പിൽസ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാനായിട്ട് IPL പോലുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മുഴുവൻ നമ്മൾ ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്നതോ നിങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിലും അതുപോലെ വജൈനൽ ഇച്ചിങ് ഉള്ള സ്ത്രീകളിലും വജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ള സ്ത്രീകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക.
നമ്മൾ കാർ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് നെഗറ്റീവ് ആണ്, കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ, വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഒരുപാട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നോർമലി നമുക്ക് ഉണ്ടാകുന്നതിനേക്കാളും കൂടിയ അളവിൽ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്നു, നമുക്ക് ഇറിറ്റേഷൻ ആകുന്ന തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ പോയി കാണണം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റേതെങ്കിലും കണ്ടീഷൻസ് വെച്ചിട്ടാണോ നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം വന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തണം കേട്ടോ. പ്രഗ്നന്റ് ആകുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന വജൈനൽ ഡിസ്ചാർജ് അവരുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി ഉടനെ തന്നെ പല സ്ത്രീകളിലും കാണാറുണ്ട്. എന്നാൽ ഈ ഒരു ഡിസ്ചാർജ് കാണാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് കാണുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നതെന്നോ വജൈനൽ ഡിസ്ചാർജ് ടെക്സ്ചർ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈവ് ഡെമോയാണ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിജൂസ് വേൾഡ് പ്രഗ്നൻസി ഡിസ്ചാർജ് ലൈവ് ഡെമോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് കണ്ടു നോക്കിയതിനു ശേഷം അങ്ങനെയുള്ള ഡിസ്ചാർജ്, അങ്ങനെ വലിച്ചു നീട്ടാൻ കഴിയുന്ന തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് ആണോ നിങ്ങളിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനുശേഷം നിങ്ങളൊരു പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 5ാമത്തെ ദിവസമോ 6ാമത്തെ ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് മൂലമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡിലേ വരുത്താതെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.